കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 5-6 വചനഭാഗം. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പ് ഗലീലയിൽ ആയിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ. യേശു കർത്താവ് ശിഷ്യന്മാരുടെ ആ മഹത്വകരമായ ഒരു പ്രവൃത്തി അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയാണ്. യേശുവിന്റെ ആ ഉയർപ്പിന്റെ വെളിപ്പാട് അവരെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ദൈവകൃപയിലേക്ക് അടുപ്പിക്കേണ്ടതിനാണ് കർത്താവ് പറയുന്നത്. കാരണം യേശുവിനെ മരിച്ച് അടക്കം ചെയ്ത ആ കല്ലറയിലേക്കാണ് യേശുവിന്റെ കൂടെയുള്ള സ്ത്രീകള്, ശിഷ്യന്മാരെല്ലാം ഓടി വരുന്നത്. കാരണം മരിച്ചവനെ ആ മരിച്ച അടക്കിയ സ്ഥലത്ത് അന്വേഷിക്കാൻ വേണ്ടി വരുമ്പോ യേശു പറയുകയാണ്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ എന്തിനാ അന്വേഷിക്കുന്നത്? ഇന്ന് പലപ്പോഴും പല മനുഷ്യരും അങ്ങനെയാണ്. യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത് മരിച്ചവരുടെ ഇടയിലാണ്. യേശു എവിടെയായിരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലാണ്, സ്വർഗത്തിലാണ്. ജീവിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. മരിച്ചവരുടെ ഇടയിലല്ല പോയി അന്വേഷിക്കേണ്ടത് കർത്താവിനെ. അവൻ മരിച്ചിടത്തു നിന്ന് ഉയർച്ചവനാ കർത്താവ്. അവൻ രാജാതി രാജാവായിട്ടാ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ അവനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എവിടെ അന്വേഷിക്കണം എന്നറിയാമോ? തിരുവചനത്തിലൂടെ നോക്കണം, സ്വർഗത്തിലേക്ക് നോക്കണം. വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർത്തി വരുത്തിയവനുമായ യേശുവിനെ നോക്കി നിങ്ങൾ അവനെ ആരാധിക്കണമെന്ന കർത്താവ് പറഞ്ഞത്. അവൻ മരിച്ചവരുടെ കൂട്ടത്തിൽ ഇല്ല പ്രിയമുള്ളവര്. ജീവിക്കുന്ന ദൈവമക്കളുടെ കൂട്ടത്തിലാ കർത്താവ് വസിക്കുന്നത്. അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയും. ഇന്ന് നിങ്ങളുടെ അകത്ത് ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി നിങ്ങളുടെ കൂടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. അതിന്റെ ഏറ്റവും വലിയ അടയാളം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കടന്നു വരുന്നത് കാണാൻ കഴിയും. അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവ് ഇന്ന് എന്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചു വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ, നമ്മൾ ആരാധിക്കുവാൻ. നമ്മൾ യേശുവിനെ അന്വേഷിക്കേണ്ട സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? സ്വർഗത്തിലാണ്. അവന് നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവാണ്. അവൻ എന്റെ ഉള്ളിലുണ്ട്, അവൻ സ്വർഗത്തിലുണ്ട്. അവനെ ഒന്ന് ആരാധിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വേറെ എവിടെയും അന്വേഷിച്ചു പോകേണ്ട. അവനൊരു പ്രതിമയിലോ ഒരു വിഗ്രഹത്തിലോ ഒരു പദാർത്ഥത്തിലോ ഒന്നും അല്ല ഇരിക്കുന്നത്. അവൻ എൻ്റെ ഹൃദയത്തിൽ, ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്തിരിക്കുന്ന കർത്താവ്, എന്റെ അകത്ത് വസിക്കുന്ന കർത്താവിനെ ഒന്ന് മനസ്സ് തുറന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ, കണ്ടെത്തിയോ, അവൻ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. ഇതേ അനുഗ്രഹത്തിലേക്കാണ് കർത്താവ് നമ്മെ കൂട്ടുന്നത്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പരിപാലിക്കട്ടെ. അവന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.